നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒന്ന് താങ്ങിയോ എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ. ടൂറിസം സഹമന്ത്രി എന്താണ് കേരളത്തിൽ മറിക്കാൻ പോകുന്നത് എന്ന് സൈബർ സഖാക്കൾ നിരന്തരം ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ട്രോളാൻ ഒരു പഴുതു നോക്കി നടക്കുകയാണ് CPM സൈബർ കൂട്ടം. ഒന്നും കിട്ടാഞ്ഞിട്ട് തൃശ്ശൂരിൽ കയറി പിടിച്ചു. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ട് ചിലരുടെ പൊടി പോലും കാണാനില്ലെന്ന് ട്രോള് പടച്ചുവിട്ടു. എന്നാൽ തൃശ്ശൂരിൽ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാമെന്നും ആരുടെയും ഉപദേശം വേണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശ്ശൂരിലെ വിവിധ സ്ഥലങ്ങളിൽ NDA പ്രവർത്തകർ നൽകിയ സ്വീകരണങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള വികസന പദ്ധതികൾ കേരളത്തിലെ ഒരു ഭരണാധികാരികളുടെയും ചിന്തയിൽ ഉള്ളതല്ല. സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് അത് ലോട്ടറി തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിന് ടൂറിസം ഡെവലപ്മെന്റിന് ധാരാളം പാക്കേജുകളുണ്ട്. ട്രൈബൽ ടൂറിസം, റിലീജിയസ് ടൂറിസം, അങ്ങനെ ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ് തൃശ്ശൂർ. റോഡ് വികസനം, ആദിവാസി കോളനികളുടെ വികസനം, വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള വികസനം തുടങ്ങി ഒരുപാട് വിഷൻ സുരേഷ് ഗോപിക്കുണ്ട്. കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുന്നതിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് മെട്രോയ്ക്ക് വലിയ സാധ്യതയാണുള്ളത്. ഗുരുവായൂരിൽ സ്പിരിച്വൽ ടൂറിസം വലിയ സാധ്യതയുള്ളതാണ്. അതും സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് തൃശ്ശൂർക്കാർ കരുതുന്നത്. ഏറെ വിഷനുള്ള മനുഷ്യനാണ്. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നാൽ കേന്ദ്ര ഫണ്ടെല്ലാം കൃത്യമായി ഉപയോഗിച്ച് വികസനം വേഗത്തിൽ സാധ്യമാവും. ടൂറിസം ഇന്ത്യ എന്നാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളമെന്ന് മനസ്സിൽ പതിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യവുമുണ്ട്. ഇതേ പൊതുപരിപാടിയിൽ സ്വകാര്യ ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MP എന്ന നിലയിൽ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും, നടൻ എന്ന നിലയിലാകും ഉദ്ഘാടനത്തിൽ എത്തുക എന്നും അതിന് പ്രതിഫലവും നൽകണം. ഈ പ്രതിഫലം പൂർണ്ണമായും അർഹരായവരെ സഹായിക്കാനാകും ഉപയോഗിക്കുക എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തുടർന്നും സിനിമകളിൽ അഭിനയിക്കും. കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം സേവന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നുണ്ട്. സമൂഹത്തിനും ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്കായി പണം ഇനിയും ചെലവഴിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.